ഇടുക്കി വണ്ടിപ്പെരിയാറിൽ വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് 2 മാസമായി മെഴുകുതിരി വെട്ടത്തിൽ പഠനം നടത്തിയിരുന്ന ഹാഷിനിയുടെയും ഹർഷിനിയുടെയും വീട്ടിൽ വൈദ്യുതി എത്തി. പുതിയ പോസ്റ്റുകൾ സ്ഥാപിച്ച് കുട്ടികളുടെ വല്യച്ഛൻ വിജയന്റെ പേരിലാണ് വൈദ്യുതി കണക്ഷൻ നൽകിയത്. കുട്ടികളുടെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി ജനം TV നൽകിയ വാർത്തയ്ക്ക് പിന്നാലെ ജില്ലാ കലക്ടർ ഇടപെട്ടാണ് കുട്ടികളുടെ വീട്ടിൽ വൈദ്യുതി എത്തിച്ചത്. ജനം ബിഗ് ഇംപാക്ട്. മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വെളിച്ചമെത്തിയതിന്റെ സന്തോഷത്തിലാണ് ഹർഷിനിയും ഹാഷിനിയും. ഒത്തിരി സന്തോഷമായിരിക്കുന്നു. ഇന്ന് മെഴുകുതിരി വെട്ടത്തിൽ പഠിക്കണ്ട കളക്ടർ സാറിനും ഞങ്ങളുടെ പ്രിൻസിപ്പൽ മാമിനും കറസ്പോണ്ടന്റ് സാറിനും എല്ലാവർക്കും ഒത്തിരി നന്ദിയാണ്. ശനിയാഴ്ച രാവിലെ മുതൽ തന്നെ വീട്ടിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ KECB ആരംഭിച്ചിരുന്നു. 2 പോസ്റ്റുകൾ സ്ഥാപിച്ചാണ് വീട്ടിലേക്ക് വൈദ്യുതി എത്തിച്ചത്. 3 മണിയോടെ പണികൾ പൂർത്തീകരിച്ച് KECB അധികൃതർ വീട്ടിൽ വൈദ്യുതി എത്തിച്ചു. ഒരു 3:30 നമ്മൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണയോടെ നമ്മൾ സപ്ലൈ ഈ വീട്ടുകാർക്ക് കൊടുക്കാൻ പറ്റിയായിരുന്നു. അത് എൻ്റെ ഹയർ ഓഫീസറുടെ എല്ലാവരെയും ഒരു സാങ്ഷനോടെയാണ് നമ്മൾ ഈ സപ്ലൈ എത്തിച്ചിരിക്കുന്നത്. കഷ്ടപ്പാടുകളും ദുരിതവും സഹിക്കേണ്ടി വന്നെങ്കിലും വീട്ടിൽ വൈദ്യുതി ലഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് കുടുംബം. ഒത്തിരി കൂടി എല്ലാ ചാനലുകാർക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും മറ്റേ EVയിലുള്ള സാറും കളക്ടർ സാറ് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. കറണ്ട് കിട്ടി പിള്ളേരെ അവരെനിക്ക് പഠിപ്പിക്കും. കുട്ടികളുടെ വീട്ടിലേക്ക് വൈദ്യുതി കണക്ഷൻ നൽകുന്നതിന് തടസ്സം നിന്നിരുന്ന പോപ്സ് എസ്റ്റേറ്റ് അധികൃതർ ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ വീട്ടിൽ വൈദ്യുതി എത്തിക്കുന്നതിന് എതിർപ്പില്ലെന്ന് കത്ത് നൽകിയിരുന്നു. വീടിരിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ വല്യച്ഛൻ വിജയനും പോപ്സ് കമ്പനിയും തമ്മിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. ഈ കേസ് കോടതിയിൽ നിലനിർത്തിയാണ് നിലവിൽ വൈദ്യുതി പ്രശ്നത്തിന് പരിഹാരം കണ്ടിരിക്കുന്നത്. സുബിൻ തോമസ്, ജനം, ഇടുക്കി.